ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ബഡ്ജറ്റിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിലെ പദ്ധതികൾ ഈ ബഡ്ജറ്റിലും തുടരാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ ബഡ്ജറ്റിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളായി കുറേയധികം പദ്ധതികൾ സാധാരണ ആൾക്കാർക്കും ബിസിനസ്സുകാർക്കും ഇന്ത്യയിലെ ഓരോ പൗരനും വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും അത് ജനങ്ങളിലേക്ക് വേണ്ട വിധത്തിൽ എത്തുന്നില്ലെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഓരോ വ്യക്തിയും ഓരോ ബഡ്ജറ്റിലും പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ചോദിച്ചു വാങ്ങുകയും ചെയ്യണം. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീം പോകുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് ഉണ്ട്, SISFS, ഫണ്ട് ഓഫ് ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ്, FFS. ഇത് സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സും തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ടാക്സ് എക്സംഷൻ, സ്റ്റാർട്ടപ്പുകൾ 7 ഇയേഴ്സിലെ 3 വർഷം അവർക്ക് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. അടൽ ഇന്നൊവേഷൻ മിഷൻ എയിം എൻകറേജ് ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, ആയുഷ്മാൻ ഭാരത് യോജന, 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. പ്രധാനമന്ത്രി മുദ്ര യോജന, അതിപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ വലിയ സ്കീമാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, LPG കണക്ഷൻസ് കൊടുക്കുന്നതിനുള്ള ഒരു സ്കീമാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, ഇൻഷുറൻസ് സ്കീം പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ഫാർമേഴ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന, സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന, അഫോർഡബിൾ ഹൗസിംഗ് ഫോർ ലോ ഇൻകം ഫാമിലീസ്. ഞാനിപ്പോൾ പറഞ്ഞത് വളരെ പെട്ടെന്ന് നോക്കിയ കുറച്ച് സ്കീമുകൾ മാത്രമാണ്. MyFin TV, download